നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ പ്രീമിയം എങ്ങനെയാണ് കമ്പനിക്ക് കിട്ടുന്നത്, കമ്പനി എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് നോക്കാൻ ഒരു കാരണമുള്ളത്, കാരണം ഒത്തിരിയും പരാതികളുണ്ട്. കാരണം കമ്പനിക്ക് പല രീതിയിൽ പല പ്രോഡക്റ്റുകൾക്കും വെയിറ്റിംഗ് പീരീഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡുകൾ നിശ്ചയിക്കാൻ ഓരോ കാരണങ്ങളും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു നിശ്ചിത പ്രീമിയം, കമ്പനി പറയുന്ന ഒരു പ്രീമിയം നമ്മൾ കൊടുത്തിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ പ്രീമിയം കൊടുത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പം ആ പ്രീമിയത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എടുത്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചിലവുകൾ നോക്കുക എന്നുള്ളത്. അങ്ങനെയാണ് പൊതുവെ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന രീതി തന്നെ. നമ്മളിവിടെ നോക്കുന്നത് ഒരു അഷ്വർ ഇൻഷുറൻസ് പോളിസി, അതായത് സ്റ്റാർ ഹെൽത്തിൻ്റെ വളരെ ടോപ്പായിട്ടുള്ളൊരു പോളിസിയാണ്. അതിൻ്റെ ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്തൊരു പോളിസിയാണ് അഷ്വർ ഇൻഷുറൻസ് പോളിസി. അതൊരു 35 വയസ്സിനുള്ളിൽ ഉള്ള ഒരാൾ ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നതിന് 6,901 രൂപയാണ് ചിലവാകുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 18% GST ആണ്. ആ 18% കമ്പനിക്ക് കിട്ടുന്ന പൈസയല്ല, അത് ഗവൺമെന്റിന് പോകുന്ന പൈസയാണ്. അതായത് ഈ 18% GST, 6,901 രൂപയിൽ നിന്ന് 18% GST എന്ന് പറയുമ്പം ഏതാണ്ട് 1,242 രൂപയോളം ഗവൺമെന്റിന് തന്നെ പോകും. അത് കമ്പനിക്ക് കിട്ടുന്ന പൈസയല്ല. അതിനുശേഷം ഒരു 10% ഏജന്റിന്റെ കമ്മീഷനായിട്ട് പോകുന്ന കൂട്ടിക്കും. ബാക്കിയുള്ള പൈസയിൽ നിന്നാണ്, അതായത് GST വിട്ട പൈസയിൽ നിന്നാണ് ഈ 10% കമ്മീഷൻ കൂട്ടുന്നത്. അതെന്ന് പറയുന്നത് ഏതാണ്ട് 655 രൂപയോളം ഏജന്റിന് കൊടുക്കേണ്ട പൈസയാണ്. അതും കമ്പനിക്ക് കിട്ടുന്ന പൈസയല്ല. പിന്നെ ഈ ഇൻഷുറൻസിൽ എല്ലാ വർഷവും നമുക്ക് 1,500 രൂപയുടെ മെഡിക്കൽ ചെക്കപ്പ് ഫ്രീ ആണ്. അപ്പോൾ 1,500 രൂപയുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് 1,500 രൂപ കിട്ടും. അപ്പോൾ ആ പൈസയും പോയി. പിന്നെ കമ്പനിയുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്റ്റാഫാണ്. അതായത് കമ്പനി സ്റ്റാഫുകൾ, ഏജന്റ് അല്ലാതെ കമ്പനി സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. അത് പല കാര്യങ്ങളിലും ആവശ്യമുണ്ട്. കാരണം ഒന്നാമതായിട്ട് ഇപ്പൊ ഏജന്റ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഏജന്റ് ഇല്ലാത്ത അവസ്ഥകൾ വരാം, ഏജന്റ് റെസ്പോൺസ് ചെയ്യാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും. അപ്പൊ കസ്റ്റമേഴ്സിനെ കൈവിടാൻ കമ്പനിക്ക് പറ്റത്തില്ല. അപ്പൊ ആ ഡീലുകളൊക്കെ ചെയ്യാൻ വേണ്ടി അതത് സ്ഥലങ്ങളിൽ കമ്പനിക്ക് ഓഫീസ് വേണം, സ്റ്റാഫ് വേണം, അവിടുത്തെ എക്സ്പെൻസുകളൊക്കെ തന്നെ നോക്കണം. അതൊക്കെ ഈ ഫണ്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും കമ്പനിക്ക് അഡ്വർടൈസ്മെന്റ് വേണം. അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ഇപ്പം നമ്മൾ ഒരാളോടൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയും കമ്പനിയെ കുറിച്ച് പറയുകയും ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ തന്നെ ചോദിക്കും, ഞങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുകൂടിയില്ല. അപ്പോൾ കമ്പനിക്ക് അഡ്വർടൈസ്മെന്റ് വേണം. അതേപോലെ ലോയേഴ്സ് വേണം, കമ്പനിയുടെ പല ലീഗൽ കാര്യങ്ങൾക്കുമായിട്ട് ലോയേഴ്സ് വേണം. അതേപോലെ ഈ മെഡിക്കൽ ഇഷ്യൂസുകളെല്ലാം പറയുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള കാര്യങ്ങളും നമ്മുടെ ക്ലൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്ലൈമുകൾ വരുമ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോഴും ഒക്കെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന്, അതായത് ഡോക്ടേഴ്സിന്റെ സേവനം വേണം. അപ്പോൾ അവരുടെ സാലറി വേണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ തുടങ്ങി IT സപ്പോർട്ട് വേണം, അതേപോലെ ടെലികോളേഴ്സ് വേണം. അപ്പോൾ അങ്ങനെ ഈ എക്സ്പെൻസ് എല്ലാം തന്നെ നമ്മൾ കമ്പനി എടുക്കുന്നത് ഈ പറയുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം ഈ ചെലവുകൾക്കെല്ലാം കൂടി പെർ ഹെഡ് ഒരു 200 രൂപയെങ്കിലും വരുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. എങ്കിൽ പോലും മിനിമം ഒരു 200 രൂപയാണ് നമ്മളിതിനകത്ത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെലവുകളെല്ലാം കൂടി നോക്കുവാണെങ്കിൽ തന്നെ ഏതാണ്ട് 3,507 രൂപയുടെ ചെലവ്, ഈ 6,901 നിന്ന് 3,507 രൂപയുടെ ചെലവ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി പൈസ വെച്ചിട്ടാണ് കമ്പനി ഈ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 3,400 രൂപയോളം ആയിരിക്കും ഈ എമൗണ്ട് നമ്മൾ അടയ്ക്കുമ്പോഴും കമ്പനിയുടെ കയ്യിലെത്തുക. കമ്പനിക്ക് ക്ലെയിമിന്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുക ഇത്രയും പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ പൈസ ആയിരിക്കും. ഇപ്പം എൻ്റെ അറിവിനകത്തും എൻ്റെ എക്സ്പീരിയൻസിനകത്തും വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് വർഷാവർഷം ഈ എക്സ്പെൻസുകൾ കൂടി വരത്തേ ഉള്ളൂ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അപ്പം ഈ 3,400 രൂപ വെച്ചിട്ട് 100 പേര് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 3,40,000 രൂപയാണ് കമ്പനിക്ക് വരുന്നത്. അപ്പോൾ ഈ 3,40,000 നിന്നാണ് നമ്മൾ ഈ പറയുന്ന അഷ്വർ പോളിസിക്ക്, 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് അൺലിമിറ്റഡ് ആയിട്ട്, അതായത് ഓരോ സമയത്തും അഡ്മിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അതേപോലെ ഒത്തിരി ഫെസിലിറ്റീസ് അതിനകത്ത് ഉണ്ട്. നമ്മളൊരു 100 പേരുടെ കണക്കെടുക്കാൻ കാര്യം നമ്മൾ ശതമാന കണക്കിൽ പറഞ്ഞേ ഉള്ളൂ. ഇതിൽ എത്ര പേർക്ക് അസുഖം വന്നാലും 100 പേർക്ക് വന്നാൽ പോലും കമ്പനി ആ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തേ മതിയാവത്തുള്ളൂ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പ്രീമിയം EMI പേ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. EMI ക്വാർട്ടർലി ആയിട്ട് നമുക്ക് 4 തവണയായിട്ട് പേ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ ഈ 6901 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പേ ചെയ്യുമ്പോഴും ഫെസിലിറ്റികൾക്കൊന്നും ഒരു കുറവും ഇല്ലാതെ തന്നെ കമ്പനി തന്നേ മതിയാവത്തുള്ളൂ. ഒരു EMI എടുത്തു, 1-2 EMIക്ക് ശേഷം ആള് വലിയൊരു ട്രീറ്റ്മെന്റ് എടുത്തു, വലിയൊരു പൈസയ്ക്ക് ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷേ അതിനുശേഷം ആൾ EMI പേ ചെയ്തില്ല എങ്കിൽ കൂടി കമ്പനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ച് EMIയിൽ ഒരു കസ്റ്റമർ ജോയിൻ ചെയ്തതിന് ശേഷം ആൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനൊരു റിസ്ക് കൂടി കമ്പനി എടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ EMIയിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലും നമുക്ക് ട്രീറ്റ്മെന്റ് തരത്തില്ല. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൈസ കെട്ടിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വേറൊരു സോഴ്സിലും നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വലിയൊരു എമൗണ്ട് EMIയിൽ എടുക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് ശേഷം തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ എടുക്കാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. ഇത് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് കമ്പനിക്കല്ലാതെ വേറൊന്നിനും കഴിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ പല രീതിയിൽ പൈസ കണ്ടെത്തുമായിരിക്കും. അങ്ങനെ പൈസ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിധേയത്വമോ ബാധ്യതയോ ഈ ഇൻഷുറൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവനവന്റെ സെൽഫ് റെസ്പെക്റ്റ് നിലനിർത്തി പോകാനും കഴിയുമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഈ പൈസ, ഈ പ്രീമിയം നമ്മൾ കമ്പനിക്ക് കൊടുക്കാതെ, ഇൻഷുറൻസ് എടുക്കാതെ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ എമൗണ്ടിൽ നിന്ന് 6901 എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ നിന്ന് 18% മരുന്നിന്റെ GST വിട്ടിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ടിന് ഒരു കാരണവശാലും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 10-15 വർഷം അടച്ചാൽ പോലും ഈ ഇത്രയും ഫെസിലിറ്റി നമുക്ക് ഒരിക്കലും വാങ്ങിച്ചെടുക്കാൻ അല്ലെ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ കമ്പനിക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും, എന്തെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് അവരൊരു സ്റ്റഡി നടത്തുന്നത് അക്ച്വറിയൽ സയൻസ് വെച്ചിട്ടാണ് അവരൊരു സ്റ്റഡി നടത്തുന്നത്. അത് സാമ്പത്തിക മേഖലയിലായാലും ശരി, ഇൻഷുറൻസ് മേഖലയിലായാലും ശരി, അക്ച്വറിയൽ സയൻസ് ഉപയോഗിച്ച് അക്ച്വറികളാണ് ഇത് തീരുമാനം എടുക്കാൻ പറ്റുന്നത്. ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് നമുക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ സാധ്യതകൾ, അതിന്റെ പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം അവർ നോക്കിയിട്ടാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഡിസൈഡ് ചെയ്തതിന് ശേഷം അവർ IRDA കൊടുത്ത് ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാം, ഇതാണ് ഞങ്ങളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് IRDA ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൾക്കാർ കൂടുതലും വിചാരിക്കുന്നത് കമ്പനി തോന്നുന്ന പോലെ ഒരു ഇതെടുക്കുന്നു, അതിനുശേഷം അവർക്ക് അത് കൊടുക്കാതിരിക്കാം, അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഒരു വിചാരം. പക്ഷെ അത് അങ്ങനെ അല്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻഷുറൻസ് മേഖലയും അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയും അതേപോലെ സാമ്പത്തിക മേഖലയും വളരെ ഉണർവിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത കാര്യവും ഒത്തിരിയും SIPകൾ വന്ന കാര്യമൊക്കെ നമ്മൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു വിസ്ഫോടനകരമായ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഈ മേഖലയിൽ അക്ച്വറികൾക്ക് വളരെ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിന് കൂടുതൽ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ സാലറി എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടുന്ന ഒരു മേഖലയാണ്. അപ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യുകയും ചെയ്യാം. കമ്പനിക്ക് അങ്ങനെ 100 കണക്കിന് സ്ട്രാറ്റജി ഉണ്ട്. ഓരോ ഇഷ്യൂസ് വരുമ്പോഴും അവരത് നേരത്തെ മനസ്സിലാക്കും. അപ്പം ഒരുമിച്ചൊരു പ്രശ്നം വന്നാൽ എങ്ങനെ ആയിരിക്കും, അല്ലെ അല്ലാത്ത രീതിയിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജീസ് കമ്പനിയുടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെയാണ് പ്രശ്നം. നമ്മുടെ ആകെ ഉണ്ടാവുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സേവ് ചെയ്തിരിക്കുന്ന പൈസ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക, അതിനുശേഷം ഒന്നുകിൽ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ പണയം വെക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയ സ്ട്രാറ്റജി അല്ലാതെ അതിന്റെ അപ്പുറത്തൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് സിംഗിളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കാതെ ഇതേപോലുള്ള വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമായെങ്കിൽ മാത്രമേ നമുക്കൊരു സാമ്പത്തികമായ ലാഭവും സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനും ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയേ മതിയാവും. ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ അതിനൊരു ക്ലെയിം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിസി പീരീഡിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും അതിനൊരു ക്ലെയിം വരാനുള്ള സാധ്യത. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അങ്ങനെയല്ല. ഒരു വർഷം തന്നെ പല തവണ, ഒത്തിരിയും തവണ ക്ലെയിമുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയങ്ങളിലെല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യണം. അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കമ്പനി നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കമ്പനികൾ ഇത്രയും
വെയിറ്റിംഗ് പീരീഡുകളും പല കണ്ടീഷൻസുകളും ഒക്കെ വെച്ചിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനോ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.